സംസ്ഥാന പോലീസിൽ അടിമുടി അഴിച്ചുപണിക്ക് സർക്കാർ. ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP H വെങ്കടേഷിനെ മാറ്റും. ക്രൈംബ്രാഞ്ച് തലപ്പത്തേക്ക് ADGP H ശ്രീജിത്ത് വന്നേക്കും. ഇന്റലിജൻസ് മേധാവി P വിജയൻ സുപ്രധാന ചുമതലയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി VS അനു ചേരുന്നു തിരുവനന്തപുരത്ത് തത്സമയം. അനു, ഗുഡ് മോർണിംഗ്. ഈ തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അതിക്രമത്തിന് പിന്നാലെ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് തലപ്പത്ത് അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു. ADGP-മാരെയൊക്കെ പ്രത്യേകിച്ച് ഈ ക്രമസമാധാന ചുമതല അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ADGP-മാരെയൊക്കെ മാറ്റിയേക്കും. അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയുമായി ഉടൻ സംസാരിക്കും എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെ കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് സേതു. ഏതായിരുന്നാലും നമുക്കറിയാം, ഒരു സർക്കാർ മാറി പുതിയ സർക്കാർ വരുമ്പോൾ ആദ്യം ഈ മാറ്റം പ്രതിഫലിക്കുന്ന വിഭാഗമാണ് പോലീസ് സേന. ഈ പോലീസ് സേനയുടെ സ്വഭാവം, നയം, രൂപം ഒക്കെ മാറും. മാത്രമല്ല പോലീസ് തലപ്പത്തും വലിയ മാറ്റങ്ങളുണ്ട്. അങ്ങനെ ആദ്യ VD സതീശൻ സർക്കാർ വന്ന ആദ്യ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല വന്നതിന് ശേഷമുള്ള ആദ്യ ഷഫ്ലിങ്ങിന് ഒരുങ്ങുകയാണ് പോലീസ് ഉന്നത തലത്തിൽ. ഏതായിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ട് സുപ്രധാനമായ വിഭാഗങ്ങളുടെ തലവനായിരുന്നു H വെങ്കടേശൻ. അത് ക്രമസമാധാനം മാത്രമല്ല, ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായിരുന്നു അദ്ദേഹം. ഈ രണ്ട് ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി ഈ ബറ്റാലിയനിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷേ അങ്ങനെ വേണ്ട, അടിമുടി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കേണ്ട എന്നുള്ളതാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ച് ചുമതലയിലേക്ക് ചുമതല മേധാവിയാക്കി മാത്രം നിർത്താനാണ് സാധ്യത. അതേസമയം ഈ ലോ ആൻഡ് ഓർഡർ ADGP-ആയി ഒന്നുകിൽ ഇന്റലിജൻസ് മേധാവി P വിജയൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ്, ഇവർ രണ്ടുപേരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ P വിജയനെ സംബന്ധിച്ചാണ് കൂടുതൽ ഒരു മുൻഗണന. കാരണം ഈ UDF സർക്കാരിനും വലിയ പ്രശ്നങ്ങളില്ലാത്ത, പ്രത്യേകിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിലേക്ക് കൊണ്ടുവരാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. പക്ഷേ ഇന്റലിജൻസ് മേധാവി എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റാണ്. കാരണം ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ വിഷയങ്ങൾ, രഹസ്യാന്വേഷണ വിഭവങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രാവിലെ അറിയിക്കുന്ന ആളാണ് ഇന്റലിജൻസ് മേധാവി. അതുകൊണ്ട് ആ സ്ഥാനത്ത് P വിജയനെ തന്നെ വേണമെങ്കിൽ നിർത്തിയേക്കാം എന്നുള്ള കാര്യത്തിലും ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്നും തൽക്കാലം ADGP മനോജ് എബ്രഹാം മാറില്ല. കാരണം അദ്ദേഹം UDF സർക്കാരിനും കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ അത്രമേൽ സ്വീകാര്യനായ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തൽക്കാലം വിജിലൻസ് മേധാവിയായി തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. മറ്റു മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആയിട്ടുള്ള S ശ്രീജിത്ത് ക്രൈംബ്രാഞ്ചിലോ ഇന്റലിജൻസിലൊക്കെ എത്താം. IG ഹർഷിത അത്തല്ലൂരി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊന്നായ ഹെഡ്ക്വാർട്ടേഴ്സ് IG സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തികിന്, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ED വിഷയത്തിൽ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റാൻ തീരുമാനിച്ചാൽ, മാറ്റണോ വേണ്ടോ ചർച്ച നടക്കണം, മാറ്റണം തീരുമാനിച്ചാൽ ഒരുപക്ഷേ DIG അരുൾ B കൃഷ്ണയാകും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി എത്തുക. അല്ലെങ്കിൽ അദ്ദേഹം സൗത്ത് സോൺ DIG മാറും. ഏതായാലും SP-മാർ മുതലുള്ള ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ മാറ്റം ഉടൻ ഉണ്ടാകും. ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ കർണാടകയിൽ നിന്ന്, ബംഗളൂരിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കൂടിയാലോചനകൾ നടക്കും. നാളെ രാവിലെയോ നാളെ വൈകിട്ടോടുകൂടിയോ ഏതായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉത്തരവിറങ്ങും എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ അനു, ശരി. അപ്പോൾ VS അനു ആണ് വിവരങ്ങൾ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.